ആയില്യംകാരോട് മുട്ടാൻ നിൽക്കണ്ട പണി പാളും. ശരിക്കും ഭഗവാനോട് ഏറ്റവും അധികം അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ കൂടിയാണ്. അനന്തഭദ്രം എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ദിഗംബരം പോലും പറയുന്നുണ്ട്, അമാവാസി നാളിൽ ജനനം ആയില്യം നക്ഷത്രം എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിന് അമാവാസി നാളിൽ ജനനമാണ്. അതുപോലെ തന്നെ ആയില്യം നക്ഷത്രവും. ആയില്യം നക്ഷത്രക്കാരന് മാത്രമേ നാഗമാണിക്യം ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. നമസ്കാരം. മെട്രിക്സ് ചാനലിൻ്റെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ 2026 എങ്ങനെയാണ്, അവർക്കുള്ളൊരു മാറ്റങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഫെബ്രുവരി മാസത്തെ കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും എല്ലാ വീഡിയോകളിലും ആ ഒരു മാസത്തെ കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് ലെങ്ത് കാര്യങ്ങളുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാളുകാരുടെ മൊത്തവും കാര്യവും വിശദീകരിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ചിലരെ അതിനകത്ത് എഴുതുന്നുണ്ട് ഈ മാസത്തെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പം കുറേ ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഈ ജ്യോതിഷം വെച്ച് നോക്കാൻ പറ്റാത്തവർക്കും സാധാരണക്കാരായ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യവും അറിയണം. അതുപോലെ ഈ മുത്തശ്ശിമാരുണ്ടാവും, അതുപോലെ വീട്ടിലിരിക്കുന്ന കുറേ അമ്മമാരൊക്കെ ഉണ്ട്, ചേച്ചിമാരൊക്കെ ഉണ്ട്, കുറേ ജോലിയിൽ പങ്കെടുക്കുന്ന, അതായത് കുറേ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന, ഈ തയ്ക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവർക്കൊക്കെ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് കാര്യങ്ങൾ കേൾക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണ്. കാരണം ഇവരെക്കുറിച്ച് ഏത് നക്ഷത്രം ആയിക്കോട്ടെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞ് അവരുടെ ഈ സമയത്തെ കാര്യവും തുടർന്ന് മുന്നോട്ടുള്ള കാര്യവും കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഭൂരിഭാഗമുള്ള ആൾക്കാർ. അപ്പോൾ ഈ മാസത്തെ കാര്യം മാത്രമാണ് കേൾക്കേണ്ടവർക്കാണെങ്കിൽ അതിനകത്ത് ഓടിച്ച് കേൾക്കാവുന്നതാണ്. അതിനകത്ത് പറയും, ഒരു ലാസ്റ്റ് ഒരു കുറച്ച് മൂമെൻറ്റിലാണ് ഒരു മാസത്തെ കാര്യങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്ക് വേണം അത് മാത്രമായിട്ട് കേൾക്കാം. അപ്പോൾ മൊത്തം കാര്യം കേൾക്കേണ്ട കുറേ ആൾക്കാരുണ്ട്, എങ്കിൽ മാത്രമായിരിക്കും അവർക്കൊരു പൂർണ്ണത ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഴുവൻ കാര്യവും പറയുന്നത്. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനും, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വിളിക്കാവുന്നതാണ്. താഴെ കാണുന്ന ഈ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. അപ്പോൾ ഒട്ടും സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മൾ ആയില്യം നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വീഡിയോയുടെ തമ്പുനയിൽ പറഞ്ഞേക്കണ പോലെ തന്നെ ആയില്യംകാരോട് മുട്ടാൻ നിൽക്കണ്ട പണി പാളും. ശരിക്കും അങ്ങനെ തന്നെയാണ്. ആയില്യം നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ ഭഗവാനോട് ഏറ്റവും അധികം, അതായത് ശിവഭഗവാനോട് ഏറ്റവും അധികം അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ കൂടിയാണ്. കൂടാതെ തന്നെ സർപ്പം അല്ലെ നാഗദൈവങ്ങളുടെ ഒരു അനുഗ്രഹം കൂടി ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ട്. ശരിക്കും അനന്തഭദ്രം എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ദിഗംബരം പോലും പറയുന്നുണ്ട്, അമാവാസി നാളിൽ ജനനം ആയില്യം നക്ഷത്രം എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിന് അമാവാസി നാളിൽ ജനനമാണ്. അതുപോലെ തന്നെ ആയില്യം നക്ഷത്രവും കൂടിയാണ്. അപ്പോൾ പുള്ളിക്ക് ദിഗംബരം ഭയങ്കരമായിട്ടുള്ളൊരു മന്ത്രവാദിയൊക്കെ ആയിട്ടുള്ളതാണല്ലോ നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ, പുള്ളിക്ക് ഷോഡശ പൂജ വഴിയും ബാക്കിയുള്ള കുറച്ച് ആചാരങ്ങൾ, ഈ ദുരാചാരങ്ങൾ വഴി അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പ്രവേശിക്കാമെങ്കിലും കൂടുതൽ വലിയ പരിപാടികളൊന്നും നടത്തില്ല. കാരണം ആ ഒരു തലമുറയിൽ പൃഥ്വിരാജിന്, അതായത് ആയില്യം നക്ഷത്രക്കാരന് മാത്രമേ നാഗമാണിക്യം ദർശിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ കൂടിയാണ് ആയില്യം നക്ഷത്രക്കാർ. ഇനി ആയില്യം നക്ഷത്രക്കാരുടെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് വരാം. ഞാൻ അതിൻ്റെ അകത്തൊരു ഡെമോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ശുദ്ധ സ്വഭാവമുള്ള ആൾക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ. ചിലപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളോട് പെട്ടെന്ന് തന്നെ ചൂടാകും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഉള്ളിൽ വെറും പാവമായിട്ടുള്ള ശുദ്ധഗതിയാണ്. അതുപോലെ ഇവരെ ഒന്ന് പൊക്കിയൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ.
ആയില്യം നക്ഷത്രക്കാരെ ഒന്ന് പുകഴ്ത്തിയൊക്കെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര കാര്യമാണ്. അതുപോലെ ഇവരെല്ലാവരെയും ഒന്നും കണ്ണടച്ചങ്ങനെ വിശ്വസിക്കുന്ന മറ്റു നക്ഷത്രക്കാരെ പോലെ ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യങ്ങളൊന്നും ഇവർക്കില്ല. ഇവർ വളരെ നാളുകൾക്ക് ശേഷം മാത്രമേ ഒരാളെ ആത്മാർത്ഥമായിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങേര് ഇപ്പം നമ്മുടെ കൂടെയാണ് എന്നുള്ളത്. അതുപോലെ ഇവർ ഭയങ്കര നർമ്മ സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അതായത് ഇമിറ്റേറ്റ് ചെയ്തൊക്കെ പറയും. ഒരാളുടെ കാര്യങ്ങൾ ഇപ്പം ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, ഇവരുടെ കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു, വേണേ അവരുടെ ഒരു ടോണിൽ തന്നെ ഇവർ ആ ഒരു രീതിയിലൊക്കെ ഇവർ സംസാരിക്കും. അതുപോലെ എന്തെങ്കിലും കാര്യം അവർ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇവരുടെ. എന്നാൽ ഇവർക്ക് എതിരെ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ പരിപാടി തീർന്നു. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളൂ, ഇവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ അവർക്ക് ഇഷ്ടമല്ല. അവരുമായിട്ടൊന്ന് സഹകരിച്ച് സംസാരിച്ചു പോകുന്ന ആൾക്കാരെയാണ് അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പണം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മനസ്സറിഞ്ഞായിരിക്കും പൈസ തരുന്നത്. അതുകൊണ്ട് ഇവർ രക്ഷപ്പെടുകയുള്ളൂ. അതായത് ആയില്യം നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് 1 രൂപ ആയിക്കോട്ടെ, 10 രൂപ ആയിക്കോട്ടെ, ലക്ഷങ്ങളായിക്കോട്ടെ, എത്ര രൂപ ആയിക്കോട്ടെ, അത് അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അവർ ആയില്യം നക്ഷത്രക്കാർ മനസ്സറിഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും, കൂടുതലായിട്ടൊക്കെ ഇഷ്ടം പോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് രോഗങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും. രോഗങ്ങൾ വന്നെങ്കിൽ പോലും അതിനെ ഒരു തളച്ചിടാൻ പറ്റില്ല. ഇവർ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നാഗപ്രീതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തുനിന്ന് റെഡിയാവും. നാഗത്താന്മാരുടെ അല്ലെങ്കിൽ ഭഗവാൻ ശിവൻ്റെ ഒരു അനുഗ്രഹം ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിലും ഇവരും നാഗപ്രീതിയൊക്കെ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പല സമയത്തും ഇവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ പല പിന്നോക്കാവസ്ഥ കാര്യങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും ഇവർക്ക് എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഭയങ്കരമായിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്യും. ജോലി കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ സുഖവും കാര്യങ്ങളും അങ്ങ് അത്ര അധികം തൃപ്തികരമായിരിക്കില്ല. അതുപോലെ മക്കളാണെങ്കിലും ഇവർ പറയുന്ന അത്ര അധികം കേൾക്കണമെന്നില്ല, എങ്കിലും അവർക്ക് സ്നേഹമുള്ളതാണ്. അമ്മയ്ക്ക് ഭയങ്കര മക്കളോട് സ്നേഹമായിരിക്കും ആയില്യം നക്ഷത്രക്കാർ. മക്കളങ്ങനെ അത്ര അധികം ഒരു തിരിച്ചങ്ങോട്ട് അത്രയധികം അമ്മയോടൊരു താല്പര്യമോ അതായത് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിലും ഇവർ ചിന്തിക്കുന്ന അത്രയോ ഒരു ഇഷ്ടവും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. എപ്പോഴും അവർ ബുദ്ധിയിലും കൗശലത്തിലുമൊക്കെ എപ്പോഴും ഒരു മുൻപന്തിയിലായിരിക്കും. കാരണം പറയാനുള്ള എവിടെയാണേലും അവർ മുഖത്ത് നോക്കി തന്നെ പറയും. അവർക്ക് യാതൊരുവിധ പേടിയില്ല, കാര്യമില്ല. അതിപ്പോൾ ചൂടാകാനാകട്ടെ, കാര്യം പറയാനാകട്ടെ, എന്താണേലും ഉള്ളത് പോലെ തന്നെ അവർ മുഖത്ത് നോക്കി, ആരുടെ വേണേലും മുഖത്ത് നോക്കി അവർ കാര്യം പറയും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും ശത്രുത കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടൊക്കെ അത് സാധിക്കും. കാരണം ഒരാളുടെ കുഴപ്പം മുഖത്ത് നോക്കി തന്നെ നേരെ പറയാനുള്ളൂ. അപ്പം പിന്നെ അവർക്ക് ഒരു ശത്രുത ഉണ്ടാവും. ഇങ്ങനൊരു കുഴപ്പമാണ് അവർ പറയുന്നതെങ്കിലും അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ ശത്രുത ഉണ്ടാവും. ആയില്യങ്കാരോടൊരു പ്രത്യേക ശത്രുത, അതായത് അവർ കാര്യം പറയുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കൂടിയുണ്ട് ഇവർക്ക്. പിന്നെ അവരുമായിട്ട് സഹകരിച്ചൊക്കെ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ മനസ്സുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും ഒക്കെ ഈ മറ്റുള്ളവർക്ക് തന്നെ വന്നു ചേരും. ഭഗവാന്റെ ഒരു കടാക്ഷം ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ട്, അതായത് ശിവന്റെയും നാഗത്തന്മാരുടെയും. പിന്നെ അവരെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ ഇവർക്ക് ഇരട്ടിയിലധികം സന്തോഷവും സമൃദ്ധിയൊക്കെ കുടുംബത്തിൽ ലഭിക്കും. വീടിന് ഐശ്വര്യം കാര്യങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ഇവർ സഞ്ചാരപ്രിയരാണ്. വെറുതെയൊക്കെ യാത്ര പോകാനും എത്ര ദൂരം വേണേലും ഒരു യാത്രയൊക്കെ പോകും. അതുപോലെ തന്നെ കുറേ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കലകളിലൊക്കെ പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട്. സംഗീതമൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കും. ചിലർ പാടും. അത് പെട്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ പാടും. ഒരു പാട്ട് പാടണമല്ലോ എന്ന് പറഞ്ഞാൽ അതിനെന്താ ആയിക്കോട്ടെ ടക്കെന്ന് പറഞ്ഞ് പാടും. അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അങ്ങനെയാണ്.
അപ്പോൾ നമ്മളതിനെ ചിന്തിക്കും. സാധാരണ ബാക്കിയുള്ളവരോടൊക്കെ പറയാം ഒരു പാട്ട് പാടി, എനിക്ക് പാടാനൊന്നും അറിയില്ല. പക്ഷെ ഇവരങ്ങനെയല്ല, പെട്ടെന്ന് എന്നാ പിടിച്ചോ ഒരു പാട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ആസ്വാദന ഇതും മറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കണമെന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹമൊക്കെ ഉള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അവർക്ക് എതിരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പണിപാളും. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ. അപ്പം അത് അവർക്ക് അവരുടെ ഒരു എന്താ പറയുക, ലക്ഷ്യം നേടിയെടുക്കാൻ ഏതു മാർഗവും സ്വീകരിക്കുന്ന ആൾക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ. അവർ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പൊക്കിയൊക്കെ പറയുമായിരിക്കും, അടുത്ത് ഇടപഴകുമ്പോഴാണ് അതൊക്കെ പൊള്ളയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ കുറച്ച് കയറ്റിയൊക്കെ പറയും, ഇതാണ് സാധുക്കളാണ്, ശുദ്ധ ഗതിക്കാരാണെന്ന് പറയൂലേ, അതാണ്. ചിലപ്പം ആള് ശുദ്ധനാണെങ്കിലും ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയില്ലേ, അതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു നല്ല മനസ്സിന് ഉടമകളാണ് കൂടുതലും ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള ആൾക്കാർ. ഈ പറഞ്ഞ പൈസ ആണെങ്കിലും ഒക്കെ കടം ചോദിച്ചാലും അല്ലെങ്കിൽ മനസ്സറിഞ്ഞു കൊടുക്കാനും ഒക്കെ അതൊക്കെ പറയേണ്ടത് തന്നെ ഒരു കാര്യമാണ്. ആർക്ക് വേണേലും കൊടുക്കാനുള്ളൊരു മനസ്സും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അവരിൽ നിന്ന് കടമായിട്ടാണേലും മേടിക്കുന്നവർക്ക് ഐശ്വര്യമൊക്കെ വന്നു ചേരും. അവർ മനസ്സറിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ചിലർ ഇത് കൊണ്ടുപോയിട്ട് തൊലഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരങ്ങനെ കൊടുക്കുന്നവരൊക്കെ നന്നായി പോയ ചരിത്രവും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളൂ. ഇനി ഈ പറഞ്ഞ ഫെബ്രുവരി മാസത്തിലെ കാര്യങ്ങളിലേക്കൊക്കെ വരാം. ഇവർ ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളവരാണെന്ന് പറയുന്ന പോലെ തന്നെ ഭഗവാനെ പേടിയുള്ള ആൾക്കാരും കൂടിയാണ്. നല്ല രീതിയിലുള്ള പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. അത് അവരുടെ കൂടെയുള്ള മക്കളാണേലും അല്ലെങ്കിൽ ഹസ്ബൻഡിനോടാണേലും ഒക്കെ അവർ പറയും, നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അതുപോലെ ആണുങ്ങൾ അതുപോലെ തന്നെയാണ്. അവർ പറയാറുണ്ട്, മക്കളോടൊക്കെ പറയും, നന്നായിട്ട് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈശ്വര ചിന്ത കൊണ്ട് ജീവിക്കുക എന്ന് പറയൂലേ. നമ്മളെല്ലാം ജോലിയെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും സൈഡിൽ ഈശ്വരൻ്റെ ഒരു ചിന്ത കൂടി അതിൽ ഉൾക്കൊണ്ട് തന്നെ ജീവിക്കുക, അങ്ങനെ ഒരു കാര്യമാണ് അവർക്കുള്ളത്. ആയില്യം നക്ഷത്രത്തിന് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വലിയ കുഴപ്പമില്ലാണ്ടുള്ള സമയം കാര്യങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ് ആയിട്ടുള്ള ടെൻഷൻ കാര്യങ്ങൾ, കുറച്ചൊക്കെ മനപ്രയാസമുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ ഈ വർഷം പല സ്ഥലത്തുനിന്നും തന്നെ അവർക്ക് പൈസ കാര്യങ്ങളൊക്കെ കിട്ടും. ഏകദേശം ഫെബ്രുവരി അവസാനം മാർച്ച് മാസത്തോടു കൂടിയൊക്കെ കുറച്ച് പണമിടപാടുകൾ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ, കുറച്ച് പണം കാര്യങ്ങളൊക്കെ നാനാതലങ്ങളിൽ നിന്നൊക്കെ ലഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നു. ഭരണാധികാരികളുടെ വാത്സല്യവും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള യോഗം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളെ വീട് വിട്ട് ചിലപ്പോൾ ഒന്ന് മാറിയൊക്കെ താമസിക്കേണ്ടി വരും ചില കാര്യങ്ങൾ കൊണ്ട്. ചിലപ്പോൾ പുതിയൊരു വീട് ഗൃഹം നിർമ്മിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ചിലർക്കൊന്ന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കൊണ്ട് അവർക്ക് വീടൊന്ന് വിട്ട് മാറി താമസിക്കേണ്ടി വരുന്ന ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ വ്യക്തിബന്ധങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഒരു കോംപ്രമൈസിനും കാര്യങ്ങളിലൊക്കെ ശ്രമിക്കുന്നൊരു സമയമാണിത്. കാര്യം അവരങ്ങനെ ഒരു ഇതില്ല എങ്കിലും ആയില്യം നക്ഷത്രക്കാർ ചില പേഴ്സണലായിട്ടുള്ള ഒരു അടുപ്പം നിലനിർത്താൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകും. അതുപോലെ എന്തെങ്കിലും കോടതിയിലോ അങ്ങനെ എന്തെങ്കിലും കേസുകൾ, എന്തെങ്കിലും സ്ഥലത്തർക്കമോ എന്തെങ്കിലും പറഞ്ഞ് കേസുകളോ വഴക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കാര്യങ്ങളൊക്കെ ജയിക്കാനുള്ളൊരു സാധ്യത കാര്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികൾക്ക് പരീക്ഷയിലൊക്കെ ജയിക്കാനും ഉപരിപഠനത്തിനുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവെ പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു മാസം കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ സഹായം കൂടുതൽ ഇവർ സഹായം ചെയ്ത്, ഇവർക്ക് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് എങ്കിലും അവർ വളരെ ആൾക്കാരെ നോക്കി അവർ ശ്രദ്ധാപൂർവം തന്നെ കുറച്ച് കടം കൊടുക്കുന്നത് ഒത്തിരി കുറയ്ക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തിരിച്ച് കിട്ടാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഇവർക്കറിയാം എങ്കിൽ പോലും ഇവർ വളരെയധികം ശ്രദ്ധാപൂർവം തന്നെ പണമിടപാടുകളൊക്കെ ഒന്ന് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇവർക്ക് പല സമയത്തും, അതായത് ഈ ജനുവരി പകുതിയോടുകൂടി തന്നെ ഇപ്പോഴും ഫെബ്രുവരി കൂട്ടിക്കോ, ആ സമയത്തൊക്കെ ഇവർക്ക് പല സമയത്തും ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, തളർച്ച, മടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈശ്വരാനുഗ്രഹം, ഭഗവാന്റെ ഈശ്വരാനുഗ്രഹത്താൽ കാര്യങ്ങളൊക്കെ അതൊക്കെ മാറി കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നു.
അതായത് ജോലിക്ക് പോകാൻ മടി കാര്യങ്ങളുണ്ട്, അപ്പോൾ ധനത്തിൻ്റെ ഒരു കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർക്ക് ഈശ്വര അനുഗ്രഹം ഉള്ളതുകൊണ്ട് കുറച്ച് 2 ലീവൊക്കെ എടുത്താലും ധനം കറക്റ്റായിട്ട് തന്നെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസം. പൊതുവെ പറഞ്ഞാൽ ഈ വർഷത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള സമയങ്ങൾ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ ചെറിയ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു പരിധിവരെയുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിലും അറിയാൻ മേലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ആയില്യം നക്ഷത്രക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൻ്റെ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് അല്ല, ആയില്യം നക്ഷത്രക്കാർ മാത്രമല്ല, ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളോ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളോ അതുപോലെ ഗൃഹം നിർമ്മിക്കാനുള്ളൊരു സമയം കാര്യങ്ങൾ, അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറക്കുന്നതിനുള്ളൊരു സമയം, അതുപോലെ വാഹനം വണ്ടി വാങ്ങിയിട്ട് ഇറക്കാനുള്ളൊരു സമയം കാര്യങ്ങൾ, അതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള ഇപ്പോഴത്തെ സമയം മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇന്നത്തെ കാര്യം പറഞ്ഞത് ആയില്യം നക്ഷത്രത്തെക്കുറിച്ചാണ്. ആയില്യം നക്ഷത്രത്തിന് ഇപ്പോൾ പൊതുവേ അഷ്ടമശനി കാലങ്ങളൊക്കെ മാറി ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ മൃഗം കരിമ്പൂച്ചയും, വൃക്ഷം നാരകവും, പക്ഷി എന്ന് പറഞ്ഞാൽ ചകോരവും, ദേവത എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളും ആവും. അപ്പോൾ തന്നെ അറിയാലോ അവരുടെ ഏകദേശം നല്ല പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ കൂടെ ഉള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ പറയാം, ആയില്യം നക്ഷത്രക്കാരോട് മുട്ടാൻ നിൽക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ വഴക്കിന് കാര്യത്തിലൊന്നും പോകാറില്ല. അപ്പം അങ്ങോട്ട് ചെന്ന് മുട്ടുന്നവരെ അവർ വിടാറുമില്ല. അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പൊതുവേ കുറച്ച് നല്ല സമയം കാര്യങ്ങളൊക്കെ ഇനി വന്നു ചേരും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പം എല്ലാവരുടെയും കഴിഞ്ഞ ആഴ്ചയിലെ ശിവരാത്രിയൊക്കെ ഭംഗിയായിട്ട് തന്നെ വ്രതമെടുത്ത് ഭഗവാന്റെ കൂടെ തന്നെ പ്രാർത്ഥിച്ച്, അതായത് ഭഗവാനിനൊപ്പം ലയിച്ച് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും കുറച്ച് ഗ്രൂപ്പിലേക്കും കുറച്ച് ആൾക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഈ നോട്ടിഫിക്കേഷൻ ചിലപ്പം ചിലർക്ക് വരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞത്, വേറൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ 1-2 മെസ്സേജുകൾ, അതായത് മെസ്സേജ് മീൻസ് നമ്മുടെ ഒരു വീഡിയോ എത്തിയില്ല എന്ന് പറഞ്ഞു ശിവരാത്രിയുടെ ഒക്കെ ലാസ്റ്റ് ടൈമാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമസ്കാരം. ജീവേഷ്.